ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ജിഷിൻ മോഹനും അതേപോലെ തന്നെ അഭിലാഷും പുറത്തായല്ലോ. ജിഷിനൊക്കെ ശരിക്കും ലാലേട്ടന്റെ അടുത്ത് നിന്ന് ആ ഒരു വേദി വെച്ചിട്ട് കരച്ചിലായിരുന്നു. ജിഷിന്റെ കണ്ണീന്ന് അറിയാതെ കണ്ണുനീര് വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അഭിലാഷും വളരെയധികം വിഷമത്തോടെയാണ് ആ ഒരു ഫ്ലോർ വിട്ട് ഇറങ്ങി പോയത്. അത് അത്രയധികം വിഷമം ഇവർക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാട്ടിലും ഡിസേർവിങ് അല്ലാത്തവര് ആ ഹൗസിനകത്തുണ്ട്. അതാണ് അവര് ഇത്രയധികം വിഷമത്തിൽ ആഴ്ത്തിയതെന്ന് തോന്നുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ മാത്രം കുറ്റമാണെന്നേ പറയാനുള്ളൂ. കാരണം ജിഷിൻ ഇത്രയും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് നല്ലൊരു റിയൽ ക്യാരക്ടർ കാണിച്ച് നിന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അത് ഒരു PR സപ്പോർട്ടോ ഒരു രീതിയിലുള്ള ഒരു മോറൽ സപ്പോർട്ടോ ഒന്നും ആരുടെയും എടുക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അഭിലാഷിന്റെ കാര്യം പറഞ്ഞാൽ അഭിലാഷിന്റെ ഗ്രാഫിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അഭിലാഷ് ആദ്യം ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കി, പിന്നെ ഗ്രൂപ്പ് കളിച്ചു, പിന്നെ വീണ്ടും ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കി, സുഹൃത്തിനെ കൂട്ടി കളിച്ചു, പിന്നെ വീണ്ടും ഗ്രൂപ്പ് കളിച്ചു, ഒറ്റയ്ക്ക് കളിച്ചു. അങ്ങനെയൊക്കെ വേരിയേഷൻസ് ഉണ്ടെന്ന് പറയാം. പക്ഷെ ജിഷിൻ പിന്നെയും വൈൽഡ് കാർഡായിട്ട് കയറിയവരിൽ വെച്ചിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലൊരു ഗെയിം കളിക്കാനായിട്ട് ശ്രമിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ നെഗറ്റീവായി പോയി. ഇവർ രണ്ടുപേർക്ക് സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടേതായ രീതിയിൽ നെഗറ്റീവായി പോയി പ്രേക്ഷകർക്കിടയിൽ. ഇതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ വന്നത്, ടോപ്പിക്ക് മാറിപ്പോയതാണ്. ഞാൻ സംസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വാഴയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് വന്നത്. ഈ വാഴ ഒരു വെറൈറ്റി വാഴയാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് വാഴയാണ്. ഈ വാഴയ്ക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട്. അത് ഞാൻ തമാശ പറയുന്നതല്ല. ഒരു വിഭാഗം പ്രേക്ഷകർ, നല്ലൊരു വിഭാഗം പ്രേക്ഷകർ തന്നെ ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഈ കാണുന്ന ഈ ഒരു ഇളിച്ച ചിരി ഉണ്ടല്ലോ, ഇതും ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ലാതെ ഒരു രീതിയിലുള്ള ഗെയിമും ഈ പുള്ളി അതിനകത്ത് കാഴ്ചവെച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഓർമ്മ വരുന്നുണ്ട്, റണ്ണറപ്പ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പുള്ളിയാണെ പോലും ഇത്രയും കൂടി നല്ല രീതിയിൽ എന്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടന്റുകൾ പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഈ പുള്ളി ഇതിൻ്റെ അകത്ത് എന്നാണ് കാണിക്കുന്നത് എന്നുള്ളത് പോലും സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് കാണിച്ചിട്ടാണ് അവിടെ ഈ നിൽക്കുന്നത് എന്നുള്ളത്. ഈ ഇളിച്ച ചിരി അല്ലാതെ വേറെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. സത്യമായിട്ട് സാബുമാൻ എന്ന കണ്ടസ്റ്റന്റിനെ പറ്റിയാണ് പറയുന്നത്. സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്ത് കാണിച്ചിട്ടാണ് നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവര് ഏത് രീതിയിൽ എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസും ടീമും സാബുമാനെ അതിനകത്ത് പിടിച്ചു നിർത്തുന്നതെന്നുള്ളൊരു കാര്യം. സോംബിയെ പോലെ ഇച്ചിരി വല്ലപ്പോഴും നിന്ന് 2 സ്റ്റെപ്പ് ഇടും, ഡാൻസ് കളിക്കും. അതല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല അതിനകത്ത് നിന്നിട്ട്. സീരിയസ്ലി സ്പീക്കിംഗ് വെറും വാഴയായിട്ട് ആ ബീം ബാഗിൽ ഇരുന്ന് അഭിലാഷിന്റെ ഒരിയലിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കുറ്റം മറച്ചിൽ തുടങ്ങിയായിരുന്നു ഈ ആഴ്ച. അല്ലാതെ വേറെ ഒരു കോണ്ടന്റും ഇല്ല. പാവമാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിന് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എന്നിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്തവർ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സീസണിലും കാണുന്നതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു വാഴ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാ സീസണിലും വാഴകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ രീതിയിൽ ഒന്നും ചെയ്യാതിരുന്ന്, ഒരു കുന്തവും ചെയ്യാതിരുന്ന് ഇളിച്ച ചിരി മാത്രം ചിരിച്ചിരുന്നിട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് മായാജാലമാണെന്ന് ഓർത്തോണേ. ഇനി PR സപ്പോർട്ടും അതാണോ എന്ന് അറിയത്തില്ല. എന്തു തന്നെയായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു കോൺട്രിബ്യൂഷൻസും കൊടുക്കാതെ ഒരു ഷോയ്ക്ക് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തേങ്ങയും ചെയ്യാതെ ഇളിച്ച ചിരിയും ചിരിച്ച് മറ്റേ വായിക്കാത്ത പല്ല് മുഴുവൻ കാണിച്ച് നിൽക്കുവാണ്.